ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിലും എളുപ്പത്തിൽ വേറൊരു ചമ്മന്തി ഉണ്ടാവില്ല. എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ? അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് മാത്രം ഒരു ടീസ്പൂണോളം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നപ്പോഴേക്കും അതിലേക്ക് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ ഒരു 10-12 വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് വറുത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതിയാകും. അതിനെയൊന്ന് നല്ലതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഒരു രുചി കൂട്ടാൻ വേറൊരു സാധനം, ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഇതിനകത്തിൽ ചേർക്കുന്നുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു മുളകും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് അതിനെ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ, നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10-12 ചെറിയ ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ഒഴിച്ച എണ്ണ അങ്ങ് തീർന്നത് കൊണ്ടാണ്. വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അടുപ്പൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ കനലിലിട്ട് ഈ ഒരു മുളകും ഉള്ളിയൊക്കെ ഒന്ന് ചുട്ടെടുക്കണതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പം നമുക്ക് അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാകും. ഇനി ഇടിക്കുന്ന ഒരു കല്ലിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച മുളകുണ്ടല്ലോ, വറുത്ത് വെച്ച മുളക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. പൊടിഞ്ഞൊന്നും പോകണ്ട, മിക്സിയിലിട്ടൊന്നും പൊടിക്കുകയും ചെയ്യേണ്ട. അത് ഈ ഒരു പരുവത്തിൽ മാത്രം കിട്ടിയാൽ മതിയാകും. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇനി അതേ കല്ലിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ചതച്ചെടുക്കാം. മുളക് ഉള്ളിയൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ച് വറുത്താൽ നമുക്ക് ചതയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. അത് തെന്നിയൊന്നും പുറത്ത് പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രമാത്രം മതിയാകും. അതും കൂടെ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല കട്ടിയുള്ള കുറച്ച് പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പുളിവെള്ളം എടുത്തപ്പോൾ ഞാൻ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് മാത്രം വെള്ളത്തിൽ ഇട്ടാണ് ഇത് ഇത്രയും നല്ല കട്ടിയുള്ള പുളിവെള്ളം തയ്യാറാക്കിയത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ കൈ കൊണ്ട് ഞെരടിയെടുക്കുമ്പോഴാണ്. ആ ഒരു ചമ്മന്തിയൊക്കെ പഴയകാല നാടൻ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പം നല്ലതുപോലെ ഞെരടിയെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ചേർക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കുറച്ച് കഞ്ഞിവെള്ളം, നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ അപ്പടി തയ്യാറാക്കിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണോളം അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കും. കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പരുവത്തിന് ആ ഒരു ചമ്മന്തി നല്ലൊരു സ്മൂത്തായിട്ട് നല്ല കുഴഞ്ഞ പരുവത്തിന് നമുക്കത് കിട്ടും. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പം പുളിയും ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത്ര മാത്രം മതിയാകും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.